ആരും അന്താളിച്ച് നോക്കിപ്പോകേണ്ട. ആളെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? നമ്മുടെ സമീർ ഹാജിയാണ്. സമീർ ഹാജിയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹവും കരുതിയത് ഇപ്പം അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് കുറ്റം പറയാനും പറ്റൂല എന്ന്. കാരണം പൈസ ഉണ്ട്, ആവശ്യത്തിലേറെ പൈസ ഉണ്ട്. മനസ്സിലായില്ലേ? ആവശ്യത്തിലേറെ പടച്ച റബ്ബ് അങ്ങനെ കനിഞ്ഞ് നൽകിയിട്ടുണ്ട്, പണമുണ്ട്. അതൊരു കുറ്റമായിട്ട് പറയല്ല കേട്ടോ, അതൊരു അനുഗ്രഹം. അതാണ് പടച്ച റബ്ബ് കനിഞ്ഞ് നൽകിയത് എന്ന് ഞാൻ പറയാൻ കാരണം. അനുഗ്രഹമാണ്. നമ്മൾ അതിങ്ങനെ ഒരു പണമുണ്ട് എന്നുള്ളതൊരു വലിയ കുറ്റമല്ല, അതല്ലെങ്കിലും കുറ്റമാവില്ലല്ലോ. കാരണം പണമുള്ളത് കൊണ്ട് നമുക്ക് ഒരു മനുഷ്യനോട് ശത്രുതയുമില്ല. അതുകൊണ്ടാണ് പടച്ച റബ്ബ് കനിഞ്ഞ് നൽകിയത് എന്ന് തന്നെ പറയാൻ കാരണം. പണമുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ആ റെയിൽവേ ഗേറ്റുമ്മൽ ഒരു ദിവസം ട്രെയിന് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഗേറ്റ് അടച്ച സമയത്താണ് എല്ലാം തകിടം മറിഞ്ഞത്. ഇപ്പോൾ പാണക്കാട്ടും എത്തി, നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്തും എത്തി. ചെറിയൊരു പരാതി എന്നല്ല, മൂപ്പര് പരാതിയൊന്നും പറഞ്ഞില്ല. മൂപ്പർക്ക് പരാതി ഇല്ല താനും. കാരണം മൂപ്പരായിട്ട് സമ്മതം നൽകിയിട്ടാണല്ലോ നിന്നത്. പക്ഷേ തൻ്റെ ഒരുപാട് പണം നഷ്ടപ്പെട്ടു. ഇത്രമാത്രം വലിയ ഒരു കൊലച്ചതി പിന്നിലുണ്ടാകുമെന്ന് കരുതിയില്ല. ആ നഷ്ടം വലിയ നഷ്ടമാണ്. കോടിക്കണക്കിന് രൂപയാണ് നഷ്ടമായത് ഈ ഒരു മത്സരത്തിന് ഇറങ്ങിയതിൻ്റെ പേരിൽ. അപ്പോൾ അതെന്താണെങ്കിലും അങ്ങനെ ഒരു സങ്കടമുണ്ട് മനസ്സിൽ. അതൊരു പരാതി ആയിട്ടല്ല, ഇങ്ങനെ ഒരു സങ്കടമുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞ് പാണക്കാട്ടെത്തി എന്ന് മാത്രമല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നിട്ടാ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്തും പോയി, തങ്ങളെയും കണ്ട് നേരെ പോയി കാരാത്തോട് പോയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കണ്ടിട്ടാണ് മൂപ്പര് തിരിച്ചു പോയത്. ഇത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. കാരണം വല്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പണമാണ്. ഇതാണ് പോയത്. സഖാക്കൾ EC-യും LC-യും SC-യും BC-യും ഒക്കെ കൂടി ചേർന്നിട്ട് എന്താക്കി, ഇതങ്ങോട്ട് വാരി മുണുങ്ങി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മുണുങ്ങലായിപ്പോയി. ഇപ്പം എന്താ ഇപ്പം സംഭവിച്ചേ? ഒന്നുമില്ല. ഇതിപ്പോൾ ആകെ സമീർ ഹാജി പെട്ടത് എവിടുന്നാ ചോദിച്ചാൽ അന്തർമാന് വീട്ടിലിരുന്നല്ലോ. ഏത് നമ്മൾ പെണ്ണുങ്ങളോട് കൊണ്ടിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങിപ്പോകും ചില ആൾക്കാർ. ഇന്ന് ചായപ്പൂടിയെ പോയിരിക്കും. ഇത് നേരെ തിരിച്ചാ. പാർട്ടിനോട് തെറ്റിയപ്പോൾ മൂപ്പര് വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണില്ല, ഒരൊറ്റ ഇരുത്തം. ഇപ്പം ചില കുട്ടികളുണ്ടാവുമല്ലോ, രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിടിച്ച് വലിച്ചിറക്കിയാലും ഇറങ്ങൂല. വല്ലാത്ത കുറുമ്പായിരിക്കും, പോകൂല തന്നെ. അത് മാതിരി ഒരൊറ്റ ഇരുത്തിരുന്ന് അന്തർമാൻ. ഞാനില്ല, ഞാൻ ഇവിടെ ആണെങ്കിൽ ഞാനില്ല. കാരണം എന്താ, ഇവിടെ ഞാൻ ഇപ്രാവശ്യം എങ്ങനെ നിന്നിട്ടും കാര്യമില്ല, ഞാൻ തോക്കുന്നുള്ളത് അന്തർമാൻ ഉറപ്പാ. അന്തർമാൻ പറഞ്ഞു ഞാനില്ല. എവിടെ? നമ്മളെ താനൂരിലെ കഥ ഈ പറയണേ നിങ്ങൾക്ക് ഓർക്കണില്ലേ സഹോദരങ്ങളെ? നിങ്ങൾ മറന്നുപോയോ? അത്രമാത്രം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ, വളരെ ചുരുങ്ങിയ ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പം മാർച്ച് 15 ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ എത്രയായി? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അല്ലേ? അത്ര അങ്ങനെ എടാ 5 കൊല്ലം ഇനി കിടക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ 4 മാസം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ മറന്നാൽ എങ്ങനെ ശരിയാണ്? അന്തർമാന് വല്ലാത്തൊരു ഇരിപ്പായിരുന്നു. അപ്പോൾ ആണെങ്കിലോ വീട്ടിൻ്റെ കൊലായ്മലാണെങ്കിൽ അതിനേക്കാളും വലിയ ഒച്ചപ്പാട്. അവിടെ ഫ്ലെക്സ് വെച്ച്, ഇവിടെ ഫ്ലെക്സ് വെച്ച്, അവിടെ ബാനർ അടിച്ച്, ഇവിടെ ബാനർ അടിച്ച്, അവിടെ പോസ്റ്റർ ഒട്ടിച്ച്, ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചൊന്നും പറയണ്ട, കട്ടൗട്ട് വെച്ച്, എല്ലാം വെച്ച്. പക്ഷെ അന്തർമാൻ കൊന്നാലും ഞാൻ ഇറങ്ങൂല, ഞാൻ ഇവിടെ ഇരിക്കുക. നിങ്ങളെ വോട്ടെടുപ്പ് നടത്തിയാലും ശരി, നടത്തിയിട്ടില്ലെങ്കിലും ശരി, പ്രചരണത്തിന് ഞാൻ ഇറങ്ങൂല, എനിക്ക് പറ്റൂല. അന്തർമാൻ ഇരുന്ന ഇരിപ്പ്. അവസാനം എന്താ അന്തർമാനെ എനിക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് അന്തർമാൻ പറഞ്ഞത്, അന്തർമാൻ ഒരു സൈക്കോളജിക്കൽ മൂവ്. ഏത്? ജന്മനാട്ടിലാണെങ്കിൽ ഞാൻ നോക്കാം. ഏത്? ജന്മനാട്ടിൽ ഈ വലിക്കും മൂക്ക് കൂടെ. എന്നാലും ഇതിപ്പോൾ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യം ഉണ്ടാണല്ലോ, കേൾക്കണമെനിക്ക് അങ്ങനെ തോന്നണമല്ലോ. ഓ പറയുന്നതിൽ ഒരു ന്യായമുണ്ട് എന്ന് തോന്നണമല്ലോ. അങ്ങനെയാണ് അന്തർമാൻ എന്താക്കിയേ, ജന്മനാട്ടിലാണെങ്കിൽ ഞാൻ നോക്കാം.
അതൊരു ഐഡിയ ആയിരുന്നു അന്തർമാൻ്റെ. അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്തർമാന്. ഇവിടത്തേനേക്കാൾ അവിടെ ഒരു നമുക്കൊന്ന് ഒന്ന് പരിശ്രമിച്ചു നോക്കാം എന്നുള്ളതായിരുന്നു അന്തർമാൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയായിരുന്നു അന്തർമാൻ അങ്ങനെ ഒരു വർത്താനം പറയാൻ കാരണം. അങ്ങനെ ഗതികെട്ട് ഗോവിന്ദനും പിണറായിയും പറഞ്ഞ് എന്നാൽ പിന്നെ അങ്ങനെ ഇപ്പം മലപ്പുറത്ത് ഇപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പം ഇതന്നെയാണ് അവസ്ഥ. അതിപ്പോൾ താനൂരാണെങ്കിലും ശരി, തിരൂരാണെങ്കിലും ശരി, തവനൂർ ഒരുത്തന് ഞാനില്ല എന്ന് കട്ടായം പറഞ്ഞ ഒരുത്തന് ഇജ് അത് പറഞ്ഞാലൊന്നും പറ്റൂല, ഇജ് ഇറങ്ങിയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ആളില്ലാതെ എട്ടങ്ങാറായി നടക്കുകയാണ്. കുട്ടികൾ നെട്ടോട്ടം പയ്യാണ് ബാക്കിയുള്ളവർ തന്നെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പാണ് ഇജ് സിറ്റിംഗ് സീറ്റിൽ ഞാനില്ല എന്ന് പറയുന്നത്. അത് ശരിയാവൂല. അങ്ങനെയാണ് പിന്നെ ഓനെ അവിടെ മത്സരിപ്പിച്ചത്. ഓൻക്ക് ഒരു കാര്യം ഉറപ്പേന്ന് മത്സരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇപ്രാവശ്യം പൊട്ടും, മത്സരിക്കാതിരിക്കാൻ എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ മൂപ്പര് നോക്കിയതാ, പക്ഷെ നടന്നില്ല. അത് പിന്നെ പറയാം, ഇത് പറയാം നമുക്ക്. അങ്ങനെയാണ് അന്തർമാൻ എവിടേക്ക് ഓടിയത്? നേരെ തിരൂരിക്ക് ഓടിയത്. തിരൂരിൽ ഓടുമ്പോൾ മൂപ്പരെന്താണ്, മൂപ്പരുടെ ലക്ഷ്യം എന്തായിരുന്നു? തിരൂരിലോടുമ്പോൾ മൂപ്പരുടെ ലക്ഷ്യം ഞാൻ എന്തായാലും ഞാൻ ജയിക്കും എന്ന് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അന്തർമാൻ മത്സരിച്ച് ജയിക്കാനാട്ടോ. മൂപ്പര് കൂടെ ഉള്ളവരോടും പറഞ്ഞ് താനൂര് ഞാൻ തോക്കും, തിരൂരാണെങ്കിൽ ഞാൻ ജയിക്കും. ഏത് നമ്മളെ മൊയ്തീൻ സാഹിബിൻ്റെ അടുത്ത് ഞാൻ ജയിക്കും. തിരൂര് ഞാൻ ജയിക്കും. കാരണം അവിടെ എൻ്റെ നാടാണ്. പോരാതെ തിരൂർ ടൗണിൽ എൻ്റെ കുറേ ബിൽഡിംഗ് ഉണ്ട്, അവിടെ എൻ്റെ കുറേ കച്ചവടം ഉണ്ട്, അവിടെ അതുണ്ട്, അങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ റോട്ടുമ്പോൾ തന്നെ റോഡ് ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്, മറ്റു വല്ലത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞ് തിരൂരേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? എന്നാലും പിന്നെ ഇതൊന്നും കൂടി കൊണ്ട് പറയാന്നുള്ളൂ. അങ്ങനെയാണ് മൂപ്പര് എവിടെ ഓടി പോസ്റ്ററും മറ്റേ ഫ്ലെക്സും ബാനറും ഒക്കെ വലിച്ചു കയറിയിട്ട് മൂപ്പര് ഒറ്റ ഓട്ടം ഓടി. എവിടേക്ക്? നേരെ തിരൂരിക്കോടി. ആ ഓട്ട ഓടിയതിൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് ഓട്ടായി. ഓട്ടം എന്ന് പറഞ്ഞാൽ പരാക്രമം. എൽസിയും എല്ലാവരും പാടെ ലോക്കൽ സെക്രട്ടറിയും രാജ്യ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും എല്ലാവരും അങ്ങോട്ട് ഓടി തന്നെ. ആരെപ്പാ ഇറക്കുക? ഇപ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണല്ലോ. സാധാരണ ഇപ്പോൾ ഏതെങ്കിലും ലീഗ് വിമതൻ അല്ലെങ്കിൽ സീറ്റ് കിട്ടാതെ ലീഗിൽ ആർക്കെങ്കിലും കുറുമ്പ് പിടിച്ചവനുണ്ടോ എന്നായിരുന്നു നോട്ടം. കുറേ ആളെ നോക്കി. ആരൊക്കെ നോക്കി? നമ്മൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിൻ്റെ അടുത്ത് പോയി, ഇപ്പുറത്ത് ഷാഫി ചാലിയം ഒക്കെ പോയി, എല്ലാവരുടെ അടുത്തും പോയി. എല്ലാവരും ഇപ്പോൾ സീറ്റ് ആകെപ്പാടെ ഇവിടെ ആണെങ്കിൽ ലീഗിന് ആളെ കൊണ്ടൊരു ഏറെയാണ്. എങ്ങനെ നോക്കിയാലും ഏറെയാണ്. അവിടെ ആളുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആളൊക്കെ പ്രഖ്യാപിച്ചല്ലോ. ആരെങ്കിലും കുറുമ്പ് പിടിച്ച് നിൽക്കണ ആരെങ്കിലും ഉണ്ടാവും. ഓല നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ 2-3 ദിവസം ഓല ബേക്കിൽ പോയി. രണ്ടത്താണിൻ്റെ ബേക്കിൽ, ഇപ്പുറത്ത് ഷാഫി ചാലിയത്തിൻ്റെ ബേക്കിൽ, അങ്ങനെ കണ്ണി കണ്ടവരെ ബേക്കിലൊക്കെ പോയി നോക്കി. ആരാ പോണത്? വിജയരാഘവൻ. ഏത്? ഇവിടെ ഒന്നാ ഉള്ളൂ മറ്റേ റഹീമിനുള്ള പോലെ 2 ഇല്ല. ഇത് ഒരു ഉള്ളൂ. വിജയരാഘവൻ. വിജയരാഘവൻ. വിജയരാഘവൻ ഓടി. രക്ഷയില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ ഓടിയിരുന്ന് ഇങ്ങനെ വന്ന് വരുത്ത്. വരുത്ത് ഇങ്ങനെ വരുമ്പോൾ രണ്ടത്താടിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വരുത്ത്. വരുത്തിന് വരുമ്പോഴാണ് ഈ റെയിൽവേ ഗേറ്റുമ്പോൾ കുടുങ്ങിയോ? കുടുങ്ങലിലാണ് എന്തായത്? വിജയരാഘവൻ്റെ മുമ്പിൽ സെമീറാജിൻ്റെ വണ്ടി പെടുന്നത്. സെമീറാജിൻ്റെ വണ്ടി പെട്ട് ചാടി ഇറങ്ങി, ഗ്ലാസ്സിന് മുട്ടി. സെമീറാജി താത്തി കൊടുത്ത്. എന്തേ കാര്യോ? ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് ഉള്ളിൽ കയറിക്കോട്ടെ. കയറിക്കോളി. സെമീറാജി കയറ്റി. കേറ്റലാണ്. കേറ്റലിൽ കുടുങ്ങി മക്കളെ, കുടുങ്ങി സെമീറാജി. പിന്നെ വണ്ടിമെന്ന് ഇറങ്ങുമ്പോത്തിന് താനൂരിൽ എന്തായി? ഫ്ലെക്സ് പൊന്തിച്ച് വരും, ബാനർ കെട്ടി, പോസ്റ്റർ ഒട്ടിച്ച് റെയിൽവേ ഗേറ്റുമെന്ന് തുടങ്ങിയതാ. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളെ സ്ഥാനാർത്ഥിയൊക്കെ എവിടുന്ന വരുത്ത്? പാണക്കാട്ടിൽ നിന്ന്. ഇവരത് സാധാരണ AKG സെൻ്ററിൻ്റെ വരുത്ത്.
അപ്പം അതിൽ വിപരീതമായിട്ട് വന്നത് എവിടെയെന്ന് വെച്ചാൽ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ലിസി ആശുപത്രിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി വന്നു, ജോ ജോസഫ്. ഓർക്കണില്ലേ നിങ്ങള്? ഇതൊക്കെ മറക്കല്ലടോ നിങ്ങള്. ഹെയ്സ്, അതൊക്കെ ഓർമ്മയിലുണ്ടാവണം. ജോ ജോസഫ് എവിടുന്നാ വന്നത്? ലിസി ആശുപത്രി, എറണാകുളത്തെ ലിസി ആശുപത്രിയുടെ ഉള്ളിൽ നിന്ന് ജോ ജോസഫ് സ്ഥാനാർത്ഥി. ജോറാണ് ജോ ജോസഫ് ജോറാണ്. അഷ്റലിയം റഹീം വിളിച്ച് തൃക്കാക്കരയില് ഐസ് നമ്മളെ തമ്പ്രാൻ വന്നു തൃക്കാക്കരയില്. എന്താ പറഞ്ഞേ? അടി കൂടെ വാട്ടർ മെട്രോ, മേലെ കൂടെ നമ്മളെ മെട്രോ, ഇപ്പുറത്തു കൂടെ ആ മെട്രോ, ഈ മെട്രോ 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 തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ തൃക്കാക്കരയിൽ. പെട്ടി തുറന്ന് എണ്ണി നോക്കുമ്പോൾ മെട്രോയും ഇല്ല, വാട്ടർ മെട്രോയും ഇല്ല, ലിസി ആശുപത്രിയും ഇല്ല, ജോ ജോസഫും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. മനസ്സിലായില്ലേ? ഉമാ തോമസ് മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറി. സതീശൻ അന്നേ പറഞ്ഞ് നിങ്ങളെ കൊണ്ടാവൂലട മക്കളെ എന്ന്. ഏത് സതീശനെ വെല്ലുവിളിച്ചിട്ട് എറണാകുളത്ത്, അതും സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ടെമ്പോ നടക്കൂല. അപ്പൊ അത് വിട്. ആ പോക്ക്, ഈ പോക്ക് ഏത് റെയിൽവേ ഗേറ്റുമെന്ന് തുടങ്ങിയതാണ്. റെയിൽവേ ഗേറ്റുമെന്നാണ് കൈ കൊടുത്തത്. നിങ്ങൾ ഓർക്കണില്ലേ? പണ്ടൊക്കെ നമ്മൾ നിക്കാതെ കൈ കൊടുക്കില്ല. എവിടെ നിന്നാ? പള്ളിക്കല്. ഇപ്പൊ പള്ളിക്കൽ കൊടുക്കണുണ്ട്, ഓഡിറ്റോറിയത്തിൽ കൊടുക്കണുണ്ട്, പെരയിൽ കൊടുക്കണുണ്ട്, ഒക്കെ ഉണ്ട് ഇല്ലേ? അതുപോലെ AKG സെന്ററിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പൊ AKG സെന്റർ മാറ്റിയിട്ട് ചരിത്രത്തിൽ ആദ്യമായി റെയിൽവേ ഗേറ്റിൽ വെച്ചിട്ട്, റെയിൽവേ ഗേറ്റിലെ ബ്ലോക്കിൽ വെച്ചിട്ട് സ്ഥാനാർത്ഥി നിർണയം. അതായിരുന്നു ഈ പറയുന്ന സമീറാജിയുടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്. മനസ്സിലായോ? പെട്ടില്ലേ സെമീറാജി പെട്ട്. സെമീറാജി കരുതിയ എന്താ? നോക്കാം നമുക്ക്. ഇപ്പോൾ കച്ചവടമൊക്കെ നോക്കാനും നടത്താനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനിയിപ്പോൾ ഒരു ബോർഡ് വെച്ച കാറ്, അതും ഇപ്പോൾ കയ്യിലുള്ള ബെൻസ് തന്നെ, ആ ബെൻസിൻ്റെ മുമ്പിൽ ഒരു ബോർഡും കൂടി അങ്ങോട്ട് വെച്ചാൽ ഹൈസ് പവർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താടാ? സമീറാജി അങ്ങനെ കണ്ടിട്ട് അങ്ങോട്ട് മൂളിയതാ. സമീറാജിക്കും പിന്നെയൊരു അങ്ങനെ അപ്പോൾ സമീറാജിക്ക് ഉള്ളിലുണ്ട് ഇപ്പം എന്താപ്പ ചെയ്യുക? ലീഗിനെതിരെയാണല്ലോ മത്സരിക്കണേ, വേണോ വേണ്ടേ? എന്നാലും കുഴപ്പമില്ല. എന്നാലും സമീറാജി ആകെ പൈല് ഒരു പോയത്തം കാട്ടിയത് എന്താ വെച്ചാൽ, ആ കയറിയ വിജയരാഘവൻ കയറിയ ആ ബെൻസ് ഉണ്ടല്ലോ, ആ ബെൻസിൻ്റെ മുമ്പിൽ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ചോന്ന ബോർഡിൽ വെള്ള കളറിൽ MLA. അത്രേ സമീറാജി ആഗ്രഹിച്ചുള്ളൂ. സമീറാജിൻ്റെ ആ ആഗ്രഹം നടക്കാൻ 200 റുപ്യൻ്റെ ബോർഡേ വേണ്ടിയിരുന്നുള്ളൂ. ഒരു ബോർഡ്, ആ കാറ് ബെൻസ് ഉണ്ട് ഓൾറെഡി. അതിൻ്റെ മേലെ ഒരു MLA എന്ന് എഴുതിയ ഒരു ചോന്ന ബോർഡ് വെക്കണ എത്ര ആവും? 200 റുപ്യ ആവും അല്ലേ? 200 റുപ്യയിൽ തീരേണ്ട കേസാണ്. വിജയരാഘവനും കൂട്ടരും കൂടിയിട്ട് അങ്ങോട്ട് തിന്ന് തീർത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യാണ് സമീറാജിക്ക് പോയത്. തിന്ന് പറഞ്ഞാൽ അമ്മാതിരി തീറ്റീന്ന് 5 കൊല്ലത്തേക്കുള്ള തീറ്റി വെറ്റുകൾ തിന്ന് പെട്ടില്ലേ സമീറാജി. ആ സങ്കടവുമായിട്ടാണ് സമീറാജി നേരെ പാണക്കാട്ട് വന്നത്. ഇപ്പം എന്താ ചെയ്യുക? കുഞ്ഞാലിക്കുട്ടിൻ്റെ അടുത്തും പോയി, മനസ്സിലായില്ലേ? കുഞ്ഞാപ്പാൻ്റെ അടുത്തും പോയി. കുഞ്ഞാപ്പാൻ്റെ അടുത്തും പോയിട്ട് കുഞ്ഞാപ്പാനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് സമീറാജി പാണക്കാട്ട് വന്നതും, അങ്ങനെയാണ് സമീറാജി കാരാത്തോട് വന്നതും, അങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. സംഭവം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ? എങ്ങനെ കാര്യം ഉണ്ടായതെന്ന് മനസ്സിലായില്ലേ? ഇതാണ് അവസ്ഥ, ഇങ്ങനെയാണ് നടന്നത്. മനസ്സിലായോ? എന്തായാലും സമീറാജി സങ്കടം വല്ലാണ്ട് സഹിക്കാണ്ട് ഇതിപ്പോൾ ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. ഇപ്പം ആരോടാ പറയുക? AKG സെൻറ്ററിലൊന്നും ആരും ഇല്ലപ്പോൾ കേൾക്കാൻ. മനസ്സിലായില്ലേ? മറ്റേ AKG സെൻറ്ററിലൊക്കെ ആളുണ്ട്. ഇപ്പം അത് കേൾക്കാൻ ആളില്ല. ഭരണം പോയതോടുകൂടി AKG സെൻറ്ററിലെ ഈ സങ്കടം കേൾക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ സങ്കടം കേൾക്കുന്നൊരു സ്ഥലമുണ്ടല്ലോ, എപ്പോഴും സങ്കടം കേൾക്കാൻ വേണ്ടി വാതിലുകൾ തുറന്നു വെച്ച് മലർക്കെ തുറന്നിട്ട പാണക്കാട്ട പൂമുറ്റത്ത് അവിടെ എത്തി സമീറാജി. പറഞ്ഞു തങ്ങളോട്, തങ്ങളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വല്ലാത്ത ചതി പറ്റിപ്പോയി തങ്ങളെ. തങ്ങൾ പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാ, പോയത് പോയി, അമ്മക്ക് ഇനിയും ഉണ്ടാക്കാം, അള്ള വർക്കത്ത് ചെയ്യട്ടെ എന്ന് തങ്ങൾ
പൈസ അല്ലേ, പൈസ നമുക്ക് ഇനി ഉണ്ടാക്കാം സമീറ. അള്ള ബർക്കത്ത് ചെയ്യട്ടെ, പോയത് പോയി, ഇനി അതിനെപ്പറ്റി ആലോചിക്കണ്ട. ഇത് എൻ്റെ പണി കൊടുക്ക്, ഷാറായിട്ട് പോട്ടേന്ന് തങ്ങളും പറഞ്ഞ്. എന്നാൽ പിന്നെ എനിക്കൊന്ന് കുഞ്ഞാപ്പാനെ കാണണം. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഈ പോയിട്ട് കാണ്, കുഞ്ഞാപ്പാനൊന്ന് പോയി കാണ്, ആയിക്കോട്ടെ എന്നാൽ പോയി കണ്ടോ എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു സമാധാനിപ്പിച്ചിട്ട്. പണക്കാട്ട് പോയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊക്കെ പോകുമ്പോൾ എത്ര സങ്കടം കൊണ്ട് അങ്ങോട്ട് പോണേ. തങ്ങളെ മുമ്പിൽ നിന്ന് ഒരു വാക്ക് 2 വാക്ക് കേട്ട് അപ്പോൾ ഒന്നും പറയാൻ പോലും പറ്റൂല. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരുക കട്ടൻ ചായയും കുടിച്ചിട്ട് അല്ലേ. അങ്ങനെയല്ലേ ഞാൻ എന്തിനാണ് അതൊക്കെ പറഞ്ഞിരുന്നേ, ഇങ്ങനെയല്ലേ. എന്തായാലും സെമീറാജിൻ്റെ വല്ലാത്തൊരു കഥയായിപ്പോയി. ആ കഥയാണ് ഇപ്പം ഇത്. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ. ഇതാണ് ആ ചിത്രം. സെമീറാജിൻ്റെ സങ്കടം വല്ലാത്തൊരു സങ്കടം. പോയതേ കായ് പോയതിന് ഒരു കണക്കൂല്ലടോ ചങ്ങായിമാരെ. എന്താ ചെയ്യുക, സെമീറാജിക്ക് ഒരു പോയത്തം പറ്റിപ്പോയി. ഇവറ്റകൾക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇനി 5 കൊല്ലം ഭരണല്ല, ഒരു പണി നടക്കൂല, ഒരു ഉറുപ്പ്യ ഇങ്ങോട്ട് പോരൂല, അങ്ങോട്ട് പോകുക എന്നല്ലാണ്ട് ഇങ്ങോട്ട് പോരൂല. അപ്പോൾ 5 കൊല്ലം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്നവരെ, ആ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചാക്കിലാക്കിയിട്ട് നമുക്ക് അടുത്ത 5 കൊല്ലം നോക്കാം. അപ്പോൾ 5 കൊല്ലം തിന്നാനുള്ളത് ഇപ്പം ഉണ്ടാക്കിക്കൊള്ളണം. ഇതായിരുന്നു നീയത്ത് സെമീറാജിൻ്റെ ബാഗ് കൂടി വലുത്. സെമീറാജിക്ക് അത് മനസ്സിലാക്കാൻ വല്ലാത്ത സമയമെടുത്ത് പറഞ്ഞാൽ മെയ് 4 റിസൾട്ട് എണ്ണി കഴിഞ്ഞിട്ട് മൂപ്പര് രാത്രി ഒരു കണക്ക് കൂട്ടൽ അങ്ങോട്ട് കൂട്ടി. പോയാടാ മക്കളെ, പോയി, ലക്ഷങ്ങൾ അങ്ങോട്ട് പോയി എന്നല്ലാണ്ട് വോട്ട് പെട്ടിയിൽ വീണില്ല. PK നവാസ് താനൂരിൽ വിജയിച്ച് കയറി.